പഹൽഗാം ആക്രമണത്തിലെ ചൈനയുടെ നിലപാടിൽ ഇന്ത്യക്ക് കടുത്ത അതൃപ്തി. നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന പാകിസ്ഥാൻ നിലപാടിനെ പിന്തുണച്ചത് ശരിയായില്ലെന്ന് ഇന്ത്യ. പാകിസ്ഥാൻ തന്നെയാണ് ഭീകരാക്രമണത്തിന് പിന്നിലെന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ ഇന്ത്യ ബോധ്യപ്പെടുത്തും. അതേസമയം അതീവ ജാഗ്രതയിലാണ് ജമ്മു കശ്മീർ. ഭീകരർക്കായി തിരച്ചിൽ ഊർജിതമാണ്. NIA അന്വേഷണം തുടരുന്നു. ജമ്മു കശ്മീർ നിയമസഭ ഒരു ദിവസത്തേക്ക് സമ്മേളിക്കും. വിശദ വിവരങ്ങളുമായി VS രഞ്ജിത്താണ് ചേരുന്നത്. രഞ്ജിത്ത്, ഈയൊരു ഘട്ടത്തിൽ ഇന്ത്യക്ക് ആരൊക്കെ പിന്തുണ നൽകുന്നു എന്നുള്ളത് ഏറെ നിർണായകമായ കാര്യമാണ്. പ്രത്യേകിച്ച് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഈ സ്ഥിതി ബോധ്യപ്പെടുത്താൻ ഇന്ത്യ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ചൈനയുടെ നിലപാട് അത് എത്രത്തോളം നിർണായകമാണ്? ചൈന ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അതെങ്ങനെയാണ്? രോഷ്നി, അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി പാകിസ്ഥാൻ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിച്ചിരുന്നു. ഒരു മധ്യസ്ഥതയിൽ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. അതായത് ഒന്നുകിൽ റഷ്യ അല്ലെങ്കിൽ ചൈന മധ്യസ്ഥം വഹിക്കുന്ന ഒരു നിഷ്പക്ഷമായ അന്വേഷണം പഹൽഗാം ഭീകരാക്രമണത്തിൽ വേണം എന്നുള്ളതായിരുന്നു പാകിസ്ഥാന്റെ ആവശ്യം. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ പാകിസ്ഥാനെതിരെ തിരിയുകയും ഇന്ത്യയുടെ നിലപാട് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുകയും ചെയ്തതോടുകൂടി പാകിസ്ഥാൻ ഒറ്റപ്പെട്ടിരുന്നു. അതായത് ഈ പാകിസ്ഥാൻ തന്നെയാണ് ഭീകരാക്രമണത്തിന് പിന്നിൽ എന്നുള്ള ഇന്ത്യയുടെ നിലപാടും ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വെച്ചുകൊടുത്ത തെളിവുകളും ലോകം അംഗീകരിക്കുകയും UN പോലും ഇന്ത്യയുടെ ഉപരോധത്തെ എതിർത്ത് നിന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഘട്ടത്തിലായിരുന്നു പാകിസ്ഥാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ഒരു യാചന പോലെ മുന്നോട്ട് വെച്ചത്. ഒന്നുകിൽ റഷ്യ അല്ലെങ്കിൽ ചൈന ഇതിൽ ഇടപെടണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ചൈന ഇതിലിപ്പോൾ ഇടപെട്ടിരിക്കുന്നു. ചൈനയുടെ ഇടപെടൽ ഒരുപക്ഷെ ഒരു അത്ഭുതകരമായ ഇടപെടൽ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അന്താരാഷ്ട്ര തലത്തിൽ ചൈന ഇന്ത്യയുടെ ശത്രുരാജ്യമായി തന്നെ, അല്ലെങ്കിൽ ഇന്ത്യയെ ശത്രുരാജ്യമായി കാണുന്ന രാജ്യമാണ് ചൈന. ഇന്ത്യയുടെ വളർച്ചയിൽ ശത്രുതാ മനോഭാവത്തോടു കൂടി നോക്കിക്കാണുന്ന രാജ്യമാണ് ചൈന. സ്വാഭാവികമായിട്ടും ഒരു അയൽ രാജ്യം എന്ന രീതിയിൽ ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. നേരത്തെയും പല ഘട്ടങ്ങളിലും ചൈന പാകിസ്ഥാന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഭീകരാക്രമണങ്ങളെ അനുകൂലിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇത്ര നിഷ്ഠൂരമായൊരു കൊലപാതകം, ഇത്ര നിഷ്ഠൂരമായൊരു കൂട്ടക്കൊല സംഭവിച്ച ശേഷം അന്താരാഷ്ട്ര സമൂഹം മുഴുവൻ ഇന്ത്യക്കൊപ്പം നിൽക്കുമ്പോൾ ചൈന ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നതിനെ ഇന്ത്യ അപലപിക്കുന്നു. മറ്റ് രാജ്യങ്ങളൊക്കെ ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ പക്ഷേ ചൈന മാത്രം പാകിസ്ഥാനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, 13 ലോകരാഷ്ട്രങ്ങളുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കുകയും പാകിസ്ഥാൻ തെളിവ് ആവശ്യപ്പെട്ടപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തെളിവ് വെച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ. പക്ഷേ ചൈനയുടെ നിലപാട് ഇപ്പോൾ ഇതാ വ്യത്യസ്തമായൊരു നിലപാട് ചൈന സ്വീകരിക്കുന്നു. അതിന് 2 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, അമേരിക്ക കലവറയില്ലാത്ത പിന്തുണ ഇന്ത്യക്ക് തരുമ്പോൾ ചൈനയ്ക്ക് മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്ന്, ചൈനയും ഇന്ത്യയും അയൽ രാജ്യങ്ങളാണ്. രണ്ടും ഒരേ വേഗത്തിൽ വികസിക്കുകയും ഒരേ വേഗത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്ത 2 രാജ്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഒരു അസൂയാവഹമായ നിലപാട് ചൈനയ്ക്ക് ഇന്ത്യയോട് ഉണ്ടാവാം. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനുമായി ഒരു സൗഹൃദം ഉണ്ടാക്കാൻ. പക്ഷേ അത് പരസ്യ പിന്തുണയല്ല. ചൈനയുടെ നിലപാട് ഇപ്പോൾ വന്നിട്ടുള്ളത് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് പോലെ ഒരു നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നുള്ളതാണ്. അന്വേഷണം വേണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യ പറയുന്നത് പോലെ ഏകപക്ഷീയമായി അങ്ങനെ ഭീകരാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് എന്ന് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ചൈനയുടെ നിലപാട്. നേരത്തെ നമുക്കറിയാം, ജവഹർലാൽ നെഹ്റുയുടെ കാലത്തൊക്കെ പഞ്ചശീല തത്വങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ സൗഹൃദം ഉണ്ടാക്കുകയും ഇന്ത്യ ചീനി ബായ് ബായ് എന്ന് പറയുകയും ചെയ്തതിൻ്റെ അടുത്ത ഘട്ടത്തിൽ തന്നെ ചൈന നമ്മളെ ആക്രമിച്ചിട്ടുണ്ട്. ഏതായാലും വിശ്വസിക്കാൻ കൊള്ളുന്ന രാജ്യമല്ല ചൈന എന്നുള്ളത് ഇന്ത്യയുടെ അനുഭവത്തിലുള്ളതാണ്. അത് വീണ്ടും ആവർത്തിക്കുന്നു എന്ന് മാത്രം. മറ്റൊരു നിർണായക വിവരം കൂടി വരുന്നുണ്ടല്ലോ രഞ്ജിത്ത്. ഭീകരരെ കണ്ടെത്തിയെന്ന സൂചന കൂടിയാണ് വരുന്നത്. ത്രാൽ കോക്കർനാഗ് വനമേഖലയിലെന്നാണ് സൂചന. ഭീകരരുടെ അടുത്തെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? രോഷ്നി, തീർച്ചയായിട്ടും NIA അന്വേഷണം ഇക്കാര്യത്തിൽ തുടങ്ങിയിരുന്നു. NIA അന്വേഷണത്തിന്റെ ഭാഗമായിട്ടല്ല, പക്ഷെ മിലിറ്ററിയും എല്ലാം തന്നെ ഈ ഭീകരരെ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമത്തിലായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ ഭീകരരെ കണ്ടെത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ ആർമിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ വളരെ അതീവ രഹസ്യമായിട്ടാണ് ഈ വിവരങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു സംശയം നമുക്ക് കൃത്യമായി തന്നെ ലഭ്യമാവുന്നത് ഇവരെ കണ്ടെത്താൻ, ഇവരെ ട്രേസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഭീകരരെ കണ്ടെത്തിയെന്ന് തന്നെയാണ് സൂചന. 4 തവണ ഭീകരരുടെ തൊട്ടടുത്തെത്തിയെന്നും ഇപ്പോൾ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റുമുട്ടൽ തെക്കൻ കശ്മീരിലെ വനമേഖലയിലാണ്.
ആദ്യം ഭീകരരെ കണ്ടത് അനന്ത്നാഗിലാണെന്ന വിവരങ്ങളും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും തിരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുകയായിരുന്നു. ഭീകരാക്രമണത്തിന് ശേഷം അടുത്ത നിമിഷം മുതൽ തന്നെ തിരച്ചിൽ നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിൽ ഭീകരരെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള സൂചന വരികയാണ്. ത്രാൽ കോക്കർനാഗ് വനമേഖലയിൽ എന്നാണ് സൂചന. ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ വെടിവെപ്പുണ്ടായെന്നും റിപ്പോർട്ടുണ്ട്. 4 തവണ ഭീകരരുടെ തൊട്ടടുത്തെത്തിയെന്നും റിപ്പോർട്ട്. ഏറ്റുമുട്ടൽ എന്തായാലും തെക്കൻ കശ്മീരിലെ വനമേഖലയിലാണ്. അനന്ത്നാഗിലാണ് ആദ്യം ഭീകരരെ കണ്ടത് എന്നുമാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും സൈന്യം ഭീകരർക്ക് തൊട്ടടുത്തെത്തി ഏറ്റുമുട്ടൽ എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ വരുന്നത്. രഞ്ജിത്ത്, ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? റോഷ്നി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ ഭീകരരെ ട്രേസ് ചെയ്യാൻ വേണ്ടി പട്ടാളത്തിന് സുരക്ഷാ സേനയ്ക്ക് സാധിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ തന്നെ 4 തവണ ഇന്ത്യൻ ഭീകരരുടെ ഏറ്റവും അടുത്ത് ഇന്ത്യയുടെ സുരക്ഷാ സേന എത്തി എന്നുള്ളതാണ്. വെടിവെപ്പ് ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുണ്ട്. 4 തവണയാണ് ഭീകരരുടെ തൊട്ടടുത്ത് ഇന്ത്യൻ സുരക്ഷാ സേന എത്തിയിട്ടുണ്ടായിരുന്നത്. 4 തവണയും വെടിവെപ്പുണ്ടായി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ആദ്യം ഭീകരരെ കണ്ടത് അനന്തനാഗിൽ വെച്ചിട്ടുള്ള അതിർത്തി പ്രദേശത്ത് വെച്ചാണ്. രണ്ടാമത് കുൽഗാം വനമേഖലയിലും കണ്ടെത്തിയിട്ടുണ്ട്. അവർ തൊട്ടടുത്തുള്ള ഈ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിൽ വന്ന് ഭക്ഷണം ചോദിച്ചു എന്നുള്ള, ഭക്ഷണത്തിന് വേണ്ടി അവർ തെരച്ചിൽ നടത്തി എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും സുരക്ഷാ സേന ഈ ത്രാൽ കോക്നാഗ് വനമേഖലയോട് അടുപ്പിച്ചുള്ള പ്രദേശങ്ങളിൽ വെച്ച് ഈ പറയുന്ന ഭീകരരെ കണ്ടെത്തി എന്നുള്ളതാണ്. നമുക്കറിയാം, ഇവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ വളരെ കുറവായിരുന്നു. ഈ 5 ദിവസം അവർ ഒളിവിൽ താമസിച്ചത് പോലും അത്ഭുതകരമാണ്. കാരണം പഹൽഗാം പോലൊരു പ്രദേശത്ത് നിന്ന് അതിർത്തി കടന്ന് പോകാനുള്ള സാധ്യത ഈ ഘട്ടത്തിലില്ല. അതുകൊണ്ട് തന്നെ അതിർത്തി കടന്ന് പോയി എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ എവിടെയാണ് ഇവർ തമ്പടിച്ചിട്ടുള്ളത്? വനമേഖലയിലുണ്ട് എന്നുള്ള, ഏതെങ്കിലും ഉൾക്കാടുകളിൽ ഒളിച്ചിരിക്കാം എന്നുള്ളൊരു സൂചന ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്കുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ വനമേഖലയിൽ തന്നെ ഇവരെ കണ്ടെത്തുകയും 4 തവണ ഇവരുമായി ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം ത്രാൽ കോക്കർനാഗ് വനമേഖലയിലാണ് ഇവരെ കണ്ടെത്തുന്നത്. അതിനുശേഷം 4 തവണ ഭീകരരുമായി ഇവർ ഏറ്റുമുട്ടുകയുണ്ടായി. ആദ്യം ഭീകരരെ കണ്ടത് അനന്തനാഗ് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ്. അതും വനമേഖലയോട് ചേർന്ന ഭാഗമാണ്. രണ്ടാമത് കുൽഗാം വനമേഖലയിൽ വെച്ചാണ് കണ്ടെത്തുന്നത്. അവിടെയും വനമേഖല തന്നെയാണ്. ആ വനമേഖലയിലുള്ള ആ അതിർത്തി പ്രദേശത്തുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചു, അല്ലെങ്കിൽ അവരോടൊക്കെ ഭക്ഷണം ചോദിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും എന്താണ് സംഭവിച്ചതെന്നും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ഏറ്റുമുട്ടൽ ഒരു വിജയമായിരുന്നോ, അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ ഇവരെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ, രക്ഷപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് വിവരങ്ങൾ ലഭ്യമായി വരിക മാത്രമാണ് ചെയ്യുന്നത്. ഏതായാലും ഇവരെ കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ്. 6ാം ദിവസമാണിന്ന്. ഈ 6 ദിവസം പിന്നിടുമ്പോഴേക്കും നമുക്ക് ഭീകരരെ കണ്ടെത്താൻ സാധിച്ചു. ഈ ഭീകരവാദത്തിന് പിന്നിലുള്ളവരെ മുഴുവൻ പിടിക്കുമെന്ന് ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇതാ ആദ്യത്തെ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നു. നേരിട്ട് ഈ 26 പേരുടെ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഭീകരവാദികളെ മുഖാമുഖം കാണാൻ ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് സാധിച്ചിരിക്കുന്നു. ഇന്ത്യൻ സുരക്ഷാ സേന അവരെ വെടിയുതിർത്തിരിക്കുന്നു, അവരുമായി ഏറ്റുമുട്ടൽ നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നിർണായകമായൊരു നീക്കം ഇന്ത്യൻ സുരക്ഷാ സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ശരി, എന്തായാലും VS രഞ്ജിത്ത് വിശദീകരിച്ചതുപോലെ പഹൽഗാം ഭീകരരുടെ തൊട്ടടുത്ത സൈന്യം എത്തിയിരിക്കുന്നു. പലതവണ ഏറ്റുമുട്ടൽ എന്നുള്ള വിവരങ്ങളും വരികയാണ്. എന്തായാലും പഴുതടച്ചുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കശ്മീർ പോലീസിന്റെ ഭാഗത്തു നിന്നും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുമാണ് തിരച്ചിൽ തുടരുന്നത്.